ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. വിലാസിനി പറയുകയാണ്, ഇനി ചരടെന്നല്ല എന്ത് ജപിച്ചുകൊണ്ടുവന്ന് കെട്ടിയാലും കല്യാണിയുടെ ശനിദശയൊന്നും മാറാൻ പോകുന്നില്ല. അവൾക്ക് 7.5 ശനിയല്ല, കണ്ടകശനിയാണ്. കണ്ടകശനി കൊണ്ടേ പോകൂ. ദൈവങ്ങൾ പോലും ഇപ്പോൾ അവൾക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ ക്ഷേത്രത്തിൽ ബോധം കെട്ട് വീണത്. അപ്പോൾ അഖില വിലാസിനി എന്ന് സ്നേഹത്തോടെ വിളിക്കുകയാണ്. അത് കേട്ട് സന്തോഷിച്ച് വിലാസിനി എന്തോ എന്ന് വിളി കേൾക്കുന്നു. എന്നിട്ട് വിലാസിനിയുടെ തോളിൽ കൈവച്ച് അഖില പറയുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ ജപിച്ചു കൊണ്ടുവരുന്നുണ്ട്. ചരടല്ല, കാരിരുമ്പ് കൊണ്ടൊരു ചങ്ങല. അത് കയ്യിലല്ല, നിന്റെ കഴുത്തിലിട്ട് ഞാൻ കെട്ടും. അപ്പോൾ വിലാസിനി പറയുകയാണ്, എന്റെ ചേച്ചി, ഞാൻ പറഞ്ഞത് സത്യമാണ്. കല്യാണിയെ പോലെ തന്നെ ചേച്ചിക്ക് ഇപ്പോൾ ദോഷസമയമാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇന്നലെ വരെ വേറൊരു സ്വഭാവം, ഇന്ന് വേറൊരു സ്വഭാവം. അന്ന് എന്റെ നെറ്റിയിൽ തോക്ക് ചൂണ്ടിയപ്പോഴേ എനിക്ക് തോന്നിയതാണ് എന്തോ കുഴപ്പമുണ്ടെന്ന്. അപ്പോൾ അഖില പറയുകയാണ്, അതെ, എനിക്ക് ദോഷവും കുഴപ്പവും ഒന്നുകൊണ്ടല്ല, നിന്റെ സമയദോഷം കൊണ്ടാണ്. എന്നിട്ട് അഖില മനസ്സിൽ പറയുകയാണ്, അപ്പോൾ ഇവിടെ നടന്ന കള്ളക്കളിയിൽ ഇവൾക്ക് പങ്കില്ല. അതിനുശേഷം അഖില അവിടെ നിന്നും പോകുന്നു. എന്നിട്ട് വിലാസിനി പറയുകയാണ്, ഇവരെ മേലോട്ടും ഒഴിയാൻ വയ്യ, താഴോട്ടും ഒഴിയാൻ വയ്യ. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, വെറുത്താൽ കുത്തിക്കൊല്ലും. അയ്യോ, എന്തൊരു സ്വഭാവമാണ്. എന്തോ ആകട്ടെ എന്നും പറഞ്ഞ് വിലാസിനി അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങി വരുന്ന ആനന്ദും അരവിന്ദും കല്യാണിയെയാണ്. കാറിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന കല്യാണിയെ നന്ദന ഓടിച്ചെന്ന് പിടിക്കുകയാണ്. അപ്പോൾ കല്യാണി പറയുകയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല നന്ദന, എന്നെ പിടിക്കേണ്ട. കല്യാണിയോട് അകത്തേക്ക് പൊയ്ക്കോളാൻ ആനന്ദ് പറയുകയാണ്. എന്നിട്ട് അരവിന്ദിനോട് പറയുകയാണ്, അരവിന്ദ്, നന്ദനയോട് നീ എല്ലാം പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. അവളിത് ആരോടും പറയില്ല ബ്രോ. നന്ദന കല്യാണിയും കൂട്ടി അകത്തേക്ക് വരുമ്പോൾ അഖില അവിടെ ഇരിക്കുകയാണ്. അഖില വിളിക്കുകയാണ്, നന്ദന. എന്താ നന്ദന, എന്താ പ്രശ്നം? അല്പം ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ല. എന്നാൽ ശരി, അകത്ത് പോയി വിശ്രമിക്കാൻ പറയൂ. നന്ദന കല്യാണിയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. പേടിക്കേണ്ട നന്ദന, ഞാൻ കയറിക്കോളാം എന്നും പറഞ്ഞ് ഒറ്റയ്ക്ക് കല്യാണി മുകളിലേക്ക് പോവുകയാണ്. പിന്നീട് ആനന്ദും അരവിന്ദും അകത്തേക്ക് വരുന്നു. അരവിന്ദിനെ ഉച്ചത്തിൽ വിളിക്കുകയാണ് അഖിലാണ്ടേശ്വരി. അരവിന്ദ്. എന്താ അമ്മേ? അഖില അരവിന്ദിനോട് പറയുകയാണ്, നീ നിന്റെ ഭാര്യയെ വളരെ ശ്രദ്ധയോടെ നോക്കണം. അവളുടെ ആഹാരകാര്യങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലും നിന്റെ ഒരു നോട്ടം വേണം. മെഡിക്കൽ ചെക്കപ്പ് ഡോക്ടർ പറയുന്ന സമയത്ത് തന്നെ ചെയ്യണം. പോഷകാഹാരങ്ങൾ കഴിക്കാൻ പറയണം. ആവശ്യമെങ്കിൽ വൈറ്റമിൻ ഗുളികകളും കൊടുക്കാം. ശരി അമ്മയെന്ന് അരവിന്ദ് പറയുകയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് ആനന്ദ് അവിടെ തന്നെ നിൽക്കുകയാണ്. ആനന്ദിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അഖില പറയുകയാണ്, അടുക്കളപ്പണിക്കാർക്കും കൂലിപ്പണിക്കാർക്കുമൊക്കെ ഇതൊന്നും പ്രശ്നമല്ല. പാടത്ത് ഞാറ് നടുകയും കൊയ്യുകയും ചെയ്യുന്ന ഗർഭിണികളായ പെണ്ണുങ്ങളെ നീ കണ്ടിട്ടില്ലേ? അവരുടെ പ്രസവം വളരെ എളുപ്പമായിരിക്കും. വേലക്കാരി പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ഒരു പുത്തരിയേ അല്ല. അവർ ഓടിയും ചാടിയും കുനിഞ്ഞും നിവർന്നുമൊക്കെ പലതരം ജോലികൾ ചെയ്യുന്നവരാണ്. എന്നാൽ നിന്റെ ഭാര്യ നന്ദന അങ്ങനെയല്ല. അവൾ എട്ടുകാലി വല നെയ്ത പുകപ്പുരയ്ക്കകത്തല്ല ജനിച്ചു വീണത്, കൊട്ടാരത്തിലാണ്. പട്ടുമെത്തയിൽ കിടന്നും പരവതാനിയിൽ നടന്നുമാണ് അവൾ വളർന്നത്. സ്വർണ്ണക്കരണ്ടിയിൽ വെണ്ണ തിന്നു വളർന്നവളാണ് അവൾ. അല്ലാതെ തഴപ്പായയിൽ കിടന്ന് പഴങ്കഞ്ഞി കുടിച്ചു വളർന്നവളല്ല അവൾ. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നിന്റെ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനുശേഷം അഖില അവിടെ നിന്നും പോവുകയാണ്. റൂമിൽ കയറി അഖില കതകടയ്ക്കുന്നു. വിഷമിച്ചു നിൽക്കുന്ന ആനന്ദിനെ അരവിന്ദ് സമാധാനിപ്പിക്കുകയാണ്. ആനന്ദ് പറയുകയാണ്, ഇതാണ് നമ്മുടെ അമ്മ. ഇതുതന്നെയാണ് നമ്മുടെ അമ്മ എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ ഒരു സംശയവും ഇല്ല. എങ്കിലും ചെറിയ ഒരു പരിഗണനയെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുണ്ടായില്ല. അരവിന്ദേ, ഓരോ ബന്ധങ്ങൾക്കിടയിലും നേർത്ത അദൃശ്യമായ ചരടുകളുണ്ട്. സ്നേഹവും വിശ്വാസവുമാണ് അതിന് വില നൽകുന്നത്. ഇതൊന്നുമില്ലാത്തടത്ത് രക്തബന്ധങ്ങൾ പോലും വെറും അഭിനയം മാത്രമാണ്. നീയും ഒരു ദിവസം അങ്ങനെയാകും. അരവിന്ദ് പറയുകയാണ്, ബ്രോ ഇങ്ങനെ വിഷമിക്കല്ലേ. അമ്മ എന്ന സത്യം എനിക്ക് അന്യമാവുകയാണ് അരവിന്ദ്. അമ്മയുടെ ഓർമ്മകളിൽ നിന്ന് പോലും ഞാൻ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബ്രോ എന്തൊക്കെയായി പറയുന്നത്? അങ്ങനെയൊന്നും ഇല്ല. അതെ അരവിന്ദ്, എന്നെ പ്രസവിച്ച കാര്യം പോലും അമ്മ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നെ ഒരു കുഴി വെട്ടി അമ്മ മൂടിക്കളഞ്ഞു. ആ കുഴിയിൽ കിടന്ന് ശ്വാസം മുട്ടുക. ഒരു പുഞ്ചിരി മതി എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ. പക്ഷേ ചെയ്യില്ല. അതിലും വലുത് ആത്മാഭിമാനമാണ്. കല്യാണിയും കൊണ്ട് ഇവിടേക്ക് വന്നത് വലിയ അബദ്ധമായി പോയി. ഇനി ഞാനും അവളും എന്തൊക്കെ അനുഭവിക്കണം. കല്യാണി അവളിത് അറിയുമ്പോൾ എന്താ ഉണ്ടാകുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അത്രയും പറഞ്ഞ് സങ്കടപ്പെട്ട് ആനന്ദ് മുകളിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് വിഷമിച്ചു വരുന്ന ആനന്ദിനോട് കല്യാണി ചോദിക്കുകയാണ്, എന്താ വലിയ കുഞ്ഞെ, മുഖം വല്ലാണ്ട് വാടിയിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല കല്യാണി, നിനക്ക് വെറുതെ തോന്നുന്നതാണ്. തോന്നുന്നതൊന്നും അല്ല, മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ഇന്ന് നേരം വെളുത്തിട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടാകില്ല, അതാണ് ഈ ക്ഷീണം.
എന്നോടൊപ്പം ഹോസ്പിറ്റലിലായിരുന്നില്ലേ? ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ വലിയ കുഞ്ഞ് വെള്ളം പോലും കുടിക്കില്ലാന്ന് എനിക്കറിയില്ലേ? എന്നിട്ട് ചിരിച്ചുകൊണ്ട് കല്യാണി പറയുകയാണ്, വലിയ കുഞ്ഞ് ഇവിടെ ഇരിക്കെ, ഞാൻ പോയി അത്താഴം ഇങ്ങോട്ടത്തേക്ക് എടുത്തുകൊണ്ടുവരാം. പോകാൻ തുടങ്ങാൻ കല്യാണിയെ ആനന്ദ് തിരികെ വിളിക്കുകയാണ്. കല്യാണി, നീ ഇവിടെ ഇരിക്കുമെന്നും പറഞ്ഞ് കല്യാണിയെ പിടിച്ചിരുത്തുകയാണ് ആനന്ദ്. നീ എന്തായി കാണിക്കുന്നത്? നിനക്ക് പഴയതുപോലെ ഓടിപ്പോകാനും സ്റ്റെയർ ഇറങ്ങാനുമൊന്നും തൽക്കാലം പറ്റില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേയുള്ളൂ. ദേഹം അനങ്ങരുത്, റെസ്റ്റ് എടുക്ക്. എനിക്കിപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ല വലിയ കുഞ്ഞെ. എണീറ്റ കല്യാണിയെ വീണ്ടും പിടിച്ചിരുത്തുകയാണ് ആനന്ദ്. കുറച്ചു ദിവസത്തേക്ക് വിശ്രമം വേണം. നീ ഇവിടെ ഇരുന്നാൽ മതി. നിനക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഈ മുറിക്കകത്ത് ഇവിടെ ഞാൻ കൊണ്ടുവന്ന് തരാം. വലിയ കുഞ്ഞ്, എനിക്ക് ആഹാരം കൊണ്ടുവന്ന് തരികയോ? അതൊന്നും വേണ്ട. എന്നിട്ട് ആനന്ദിന്റെ കൈ പിടിച്ചിട്ട് കല്യാണി പറയുകയാണ്, എനിക്കൊരു തലചുറ്റൽ ഉണ്ടായെന്ന് വച്ച് മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ വലിയ കുഞ്ഞെ. നമ്മുടെ കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇന്നത്തെ നമ്മുടെ അവസ്ഥ? അത് കേട്ട് ആനന്ദ് ആകെ വിഷമിച്ചു നിൽക്കുകയാണ്. അത് കണ്ട് കല്യാണി പറയുകയാണ്, അങ്ങനെയൊന്നും വരുത്താതിരുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കാറുണ്ട്. തൊഴുത് വലം വയ്ക്കുമ്പോഴല്ലേ എനിക്ക് തലചുറ്റലുണ്ടായത്. ദൈവം കനിയാണ്ടിരിക്കുവോ? അഖില മേഡത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോയത്. എന്റെ അഖില മേഡത്തെ രക്ഷിച്ചതിന് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ആകെ സങ്കടപ്പെട്ട് അമ്പരന്ന് നിൽക്കുന്ന ആനന്ദിനോട് കല്യാണി പറയുകയാണ്, അല്ലെങ്കിലും ദൈവം നമുക്കൊന്നും വരുത്തില്ല മാഷേ. തീരാവേദനകളുടെ കാലമൊക്കെ കഴിഞ്ഞുപോയി. ഇനി നമുക്ക് സന്തോഷിക്കാനുള്ള നാളുകളാണ് വരുന്നത്. കുറച്ചു നാൾ കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞ് വരാൻ പോവുകയല്ലേ. പിന്നെ നമുക്കിങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ പറ്റുമോ? കുഞ്ഞിനെ കളിപ്പിക്കണം, കുളിപ്പിക്കണം, കണ്ണെഴുതിക്കണം, പൊട്ടു തൊടിയിക്കണം, പിന്നെ കരിവളകൾ അണിയിക്കണം, താരാട്ടുപാടി ഉറക്കണം. പിന്നെ വലിയ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ് കരയുമ്പോൾ അതിനെ വഴക്ക് പറഞ്ഞേക്കരുത് കേട്ടോ. എനിക്കതൊന്നും സഹിക്കില്ല. പറഞ്ഞേക്കാം. അപ്പോഴും ആനന്ദ് മുഖത്തെ സങ്കടം മറയ്ക്കാൻ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. എന്നിട്ട് കല്യാണിയോട് പറയുകയാണ്, നീ ഇരിക്ക്, ഞാൻ ഇപ്പോ വരാം. അതിനുശേഷം റൂമിന് പുറത്തേക്ക് പോവുകയാണ് ആനന്ദ്. ആനന്ദ് താഴെ എത്തിയപ്പോൾ ശിവരാമകൃഷ്ണൻ വരികയാണ്. ആനന്ദ്, കല്യാണിക്ക് എങ്ങനെയുണ്ട്? ദേഷ്യപ്പെട്ട് ആനന്ദ് പറയുകയാണ്, അത്യാസന്ന നിലയിലൊന്നും അല്ല. ഡോക്ടർ എന്തു പറഞ്ഞു എന്നാണ് ഞാൻ ചോദിച്ചത്. ഉച്ചത്തിൽ ആനന്ദ് പറയുകയാണ്, ചോദ്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ജീവനാപത്തൊന്നും ഇല്ല. അതിനുശേഷം ശിവരാമകൃഷ്ണൻ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആനന്ദ് ചോദിക്കുകയാണ്, അച്ഛനിതെങ്ങോട്ടാ? കല്യാണിയെ ഒന്ന് കാണണം. ആനന്ദ് പറയുന്നു, അവൾ ഉറങ്ങി. സാരമില്ല, ഞാൻ വിളിച്ചുണർത്തി കണ്ടോളാം. പോകാൻ തുടങ്ങുന്ന ശിവരാമകൃഷ്ണനോട് ആനന്ദ് പറയുകയാണ്, അച്ഛാ വേണ്ട, അവൾ ഉറങ്ങട്ടെ. എന്താ, എനിക്ക് എന്റെ മരുമകളെ കാണാനുള്ള അവകാശം ഇല്ലേ? ആനന്ദ്, നീ എന്താ ഇങ്ങനെ അന്യനോട് സംസാരിക്കും പോലെ? നിനക്കെന്തു പറ്റി? പറ്റിയതൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനി പറ്റാതിരിക്കാനുള്ള വഴിയാണ് നോക്കുന്നത്. തിരിച്ചിറങ്ങിയ ശേഷം ശിവരാമകൃഷ്ണൻ ചോദിക്കുകയാണ്, ആനന്ദ് എന്തുണ്ടായി? എന്നോട് പറ. എന്താ, അഖിലയോട് വീണ്ടും വഴക്കിട്ടോ? ഇല്ല എന്ന് ആനന്ദ് പറയുകയാണ്. പിന്നെന്താ കാര്യം? ആനന്ദ്, നീ എന്തൊക്കെയോ മനസ്സിൽ അടക്കി വച്ച് ശരിക്കും അന്യനോടെന്ന പോലെയാണ് എന്നോട് സംസാരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയേ. ഞാനതറിയണ്ടേ? കാര്യം തുറന്നു പറയൂ. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ആനന്ദിനോട് ശിവരാമകൃഷ്ണൻ പറയുകയാണ്, പ്രായത്തിന്റെ കുറവുണ്ടാകാം. മൗനത്തിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അച്ഛന് മാത്രമല്ല, ആ ശേഷി എനിക്കും ഇല്ലാതായിപ്പോയി. അതാ ഇന്ന് ഞാൻ അനുഭവിക്കുന്നതൊക്കെ. എന്താ മോനെ, നീ എന്താണെന്ന് വെച്ചാൽ എന്നോട് തുറന്നു പറയേ. ആനന്ദ് പറയുകയാണ്, ഒരു വിശദീകരണത്തിനും ഞാനില്ല. അതുകൊണ്ട് ഫലം ഉണ്ടാകും എന്നുള്ള വിശ്വാസവും എനിക്കില്ല. എനിക്കറിയാം, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിന്റെ മതിലിനുള്ളിൽ നിന്നും പുറത്താണ്. കുറെ കാലമായിട്ട്. നീ എന്താ പറഞ്ഞത്? നിന്നെ പ്രവേശിക്കാനും പുറത്തു കളയാനുമൊക്കെ ഞാനൊരു മനസ്സിൽ മതില് കെട്ടിയിട്ടുണ്ടെന്നോ? നീ തന്നെ അത് പറയണം. ഹൃദയത്തിൽ സ്നേഹവും വാക്കുകളിൽ സത്യവും മനസ്സിൽ ആത്മാർത്ഥതയും ഉണ്ടെങ്കിലേ എല്ലാ ബന്ധവും നിലനിൽക്കൂ. അത് സ്നേഹബന്ധമാണെങ്കിലും രക്തബന്ധമാണെങ്കിലും. അങ്ങനെ ജീവിക്കുന്ന ഒരാളെന്നാണ് ഞാൻ എന്നാണ് എന്റെ വിശ്വാസം. നീ ഒരു കാര്യം ഓർക്കണം. അന്ന് നീ തൃച്ചംബരത്ത് നിന്നും ഇറങ്ങിപ്പോയപ്പോൾ എന്റെ കണ്ണുകളിൽ നിന്നും അകലരുത് എന്ന് കരുതിയാണ് എന്നോട് കേണപേക്ഷിച്ച് നിന്നെ ഔട്ട് ഹൗസിൽ തന്നെ താമസിപ്പിച്ച ഒരച്ഛനാണ് ഞാൻ. നീ എന്തും ആയിക്കോ. എന്തായാലും ഈ അച്ഛന്റെ പുത്രശാപം നിനക്കുണ്ടാകില്ല. പക്ഷേ ഏത് കാരണം കൊണ്ടായാലും ഈ അച്ഛന്റെ മനസ്സിനെ നീ വേദനിപ്പിക്കരുത്. ആ വേദന നിനക്ക് മനസ്സിലാകണമെങ്കിൽ എന്റെ സ്ഥാനത്ത് നീയും നിന്റെ സ്ഥാനത്ത് നിനക്ക് ജനിക്കുന്ന മകനും നിൽക്കണം. ഇനി അതിന് അധിക നാളൊന്നും കാക്കണ്ടല്ലോ. അന്നേരം ആനന്ദ് പറയുകയാണ്, ഈ തൃച്ചംബരത്ത് ആകെ മുഖംമൂടി അണിഞ്ഞവരാണ്. ആടേതാ ചെന്നായി ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ശിവരാമകൃഷ്ണൻ ദേഷ്യത്തോട് ചോദിക്കുകയാണ്, ആരാ മുഖം മൂടിയിട്ടത്? ഏത് മുഖം മൂടിയാണ് നിന്റെ മുൻപിൽ അണിഞ്ഞിരിക്കുന്നത്? ആരാണ് തൃച്ചംബരത്തെ ചെന്നായി? പറ. ഇവിടത്തെ ഗൃഹനാഥനാണ് ഞാൻ. എനിക്കറിയണമത്. വേണ്ട, ആരൊക്കെ എന്തൊക്കെ ദ്രോഹം ചെയ്താലും ചെയ്തവർക്ക് തന്നെ അറിയാമല്ലോ. അത് മതി.
അച്ഛനെ എന്തായാലും ഈ സമയത്ത് കണ്ടത് നന്നായി. ഒരു കാര്യം ഞാൻ പറയാം. ഞാനും കല്യാണിയും ഇവിടെ നിന്ന് താമസം മാറുന്നു. ആനന്ദ് എന്ന് വിളിക്കുകയാണ് ശിവരാമകൃഷ്ണൻ. ആനന്ദ് പറയുന്നു, അച്ഛൻ തന്നെ പലപ്പോഴും പറയാറില്ലേ സ്വരം മോശമാവും മുമ്പ് പാട്ട് നിർത്തണമെന്ന്? ശിവരാമകൃഷ്ണൻ ചോദിക്കുകയാണ്, ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തീരുമാനിക്കാൻ ഇവിടെ എന്തുണ്ടായി? അതല്ലേ ഞാൻ ആദ്യം മുതലേ ചോദിക്കുന്നത്. നീ താമസം മാറാൻ പോകുന്ന കാര്യം അഖിലയോട് പറഞ്ഞോ? പറഞ്ഞില്ല. പറയാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല. ശരി, വേണ്ട. അവളാണല്ലോ എല്ലാം മറന്ന് നിങ്ങളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവളോടെങ്കിലും കാര്യം ബോധ്യപ്പെടുത്തേണ്ടത് മര്യാദയാണ്. ആനന്ദ പറയാണ്, മര്യാദ? ക്ഷണിച്ചു വരുത്തിയിട്ട് അപമാനിക്കാൻ ശ്രമിക്കുന്നതൊന്നും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് പുതിയ ശീലമൊന്നുമല്ലല്ലോ. ആനന്ദ്, നീ എന്നെ വേദനിപ്പിച്ചാൽ ഞാനത് സഹിക്കും, മറന്നുകളയും. പക്ഷേ അവളെ വേദനിപ്പിച്ചാൽ അവളുടെ ഓർമ്മകളിൽ നിന്നും അത് മായാൻ കാലതാമസമെടുക്കും. അതോർക്കണം നീ. പുകഞ്ഞ കൊള്ളിയായി പുറത്തു കളഞ്ഞതൊക്കെ പുറത്തു തന്നെ കിടക്കട്ടെ അച്ഛാ. അതൊക്കെ തിരിച്ചെടുത്താലും പഴയതുപോലെ കത്തണമെന്നില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്റെ തീരുമാനത്തിന് മാറ്റമുണ്ടാകില്ല. അതിനുശേഷം ആനന്ദ് അവിടെ നിന്നും പോവുകയാണ്. പക്ഷെ ശിവരാമകൃഷ്ണൻ മോനെ എന്ന് തിരിച്ചു വിളിക്കുന്നുണ്ട്. ആനന്ദ് അത് കേൾക്കുന്നില്ല. പിന്നീട് ശിവരാമകൃഷ്ണൻ അഖിലയുടെ അടുത്തേക്ക് എത്തുകയാണ്. അഖില, മെയിലുകളെല്ലാം ചെക്ക് ചെയ്യുകയാണോ? അതെ കൃഷ്ണേട്ടാ. താമസം മാറ്റത്തിന്റെ സൂചനയുള്ള വല്ല മെയിലും ഉണ്ടോ? വീട് മാറ്റത്തിന്റെയോ? എന്താ, ഇനി ഇവിടെ നിന്നും താമസം മാറണമെന്നാണോ? തൃച്ചംബരത്തിന് വീടുകൾ ഉണ്ടെന്ന് കരുതി മാസാമാസം വീട് മാറുന്നത് എന്തിനാ? ഇവിടെ ഇപ്പോൾ എന്താ ഒരു കുഴപ്പം? ഞാൻ പറഞ്ഞത് അഖിലയ്ക്ക് മനസ്സിലായില്ല. എനിക്കോ നിനക്കോ അരവിന്ദനോ നന്ദനയ്ക്കോ ഇവിടെ ഒരു കുഴപ്പവും ഇല്ല. ആനന്ദും കല്യാണിയും ഇവിടെ നിന്ന് താമസം മാറുന്ന കാര്യമാണ് ഞാൻ ചോദിച്ചത്. അഖില അറിഞ്ഞില്ലേ? ഇല്ല കൃഷ്ണേട്ടാ, അറിയേണ്ട ആവശ്യവും ഇല്ല. താമസം മാറുകയോ മാറാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അവരുടെ ഇഷ്ടം. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ എതിർക്കുന്നതെന്തിനാ? അവരായി അവരുടെ പാടായി. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളെ അല്ല. ശിവരാമകൃഷ്ണൻ പറയുകയാണ്, ഇങ്ങനെയൊരു സമീപനം അല്ലായിരുന്നല്ലോ കുറച്ചു ദിവസം മുന്നേ വരെ. കല്യാണിയും ആനന്ദും കൂടി ഇവിടെ വന്ന് താമസിക്കണം, എന്നാലേ ദാസിന്റെ ആത്മാവിന് ശാന്തി കിട്ടൂ. ഞാൻ കല്യാണിയെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഔട്ട് ഹൗസിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നത് അഖിലയല്ലേ? പിന്നെന്താ ഇപ്പോ ഒരു ഭാവമാറ്റം? കൃഷ്ണേട്ടാ, ഈ വീട്ടിൽ നിൽക്കണോ പോണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണ്. അതൊക്കെ അവരുടെ താല്പര്യം. ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത് അവരാണ്. നമ്മൾ ക്ഷണിതാക്കൾ മാത്രമാണ്. മടങ്ങിപ്പോകാൻ തീരുമാനിച്ചതും അവര് തന്നെ. രാമകൃഷ്ണൻ പറയുകയാണ്, അത് പറ്റില്ലല്ലോ. ഇങ്ങോട്ട് വരുന്നത് അവരുടെ ഇഷ്ടം. പക്ഷെ മടങ്ങിപ്പോകുന്നത് നമ്മുടെ ഇഷ്ടം കൂടി കണക്കാക്കണം. അതെന്ത് ന്യായമാണ് കൃഷ്ണേട്ടാ? നമ്മൾ അവരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് അവരുടെ ഇഷ്ടം. അവിടെ നമുക്ക് ഒരു സ്ഥാനവുമില്ല. സ്ഥാനമില്ലാതിരിക്കാം, പക്ഷെ അതിനൊരു കാരണമില്ലാതിരിക്കുമില്ലല്ലോ. കൃഷ്ണേട്ടനോട് ഒന്നും പറഞ്ഞില്ലേ? അപ്പോ അഖിലയ്ക്കൊന്നും അറിയില്ലേ? ഇല്ല എന്ന് അഖില പറയുകയാണ്. അതിനുശേഷം ശ്രീരാമകൃഷ്ണൻ അവിടെ നിന്നും പോകുന്നു. അഖില മനസ്സിൽ വിചാരിക്കുകയാണ്, അങ്ങനെ അകത്തെ ശത്രു പുറത്താകുന്നു. ഇനി പുറത്തെ ശത്രു ഒന്ന് വിളിച്ചേക്കാം. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയാണ്. അവിടേക്ക് രാജരാജേശ്വരി എത്തുകയാണ്. പ്രിയങ്ക ചോദിക്കുന്നു, എന്താ ആന്റി മുഖത്ത് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം? നിനക്ക് സന്തോഷം വരുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് കേട്ട് എഴുന്നേൽക്കുകയാണ് പ്രിയങ്ക. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. താങ്ക് യു.